ഹായ്! അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? രാവിലെ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചൂടോടെ കഴിച്ചിട്ട് ഞാനും ഉമ്മ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മീൻ വന്നത് കേട്ടോ. നാത്തൂനാണെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് വന്നിട്ടുള്ളതെന്ന് അവൾ വാങ്ങിക്കൊണ്ട് കയറി കേട്ടാ. ഞാൻ എത്താൻ വൈകി. അത് വേളാപ്പാരയുണ്ട്, പിന്നെ ചൂര ഉണ്ട്. ഒരു ചൂര കൊണ്ടുവയ്ക്കും. 500 കിലോ ചൂര കൊണ്ടുവയ്ക്കും. 500 രൂപയ്ക്കൊന്നും വേണ്ട എനിക്ക്. നെമ്മീൻ ചൂര കൊണ്ടുപോകാണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഒരു നെമ്മീൻ ചൂര എനിക്കും തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതും കൊണ്ട് വീട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ചൂര. ഇനി ഇവനെ അങ്ങോട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. സാധാരണ ഞാൻ ഈ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാറേയില്ല. ഇന്നെന്തോ ഇതിൽ വെച്ച് ഇങ്ങനെ നടുനടാ മുറിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വയറൊക്കെ അറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വയറിനും തലയ്ക്കാണ് ഇവിടെ അടി കേട്ടോ. വയറ് നല്ല നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിനും തലയ്ക്കാണ് ഞാനും ഇക്കായും തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ നടക്കുന്നത് തന്നെ. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്തപ്പോൾ ഇത്രയും പീസ് ഉണ്ടായിരുന്നു. ഇനി ഇതിനെയൊക്കെ ഞാൻ ചെറിയ പീസാക്കി മാറ്റുക ഇതുപോലെ. എന്നിട്ട് വറക്കാനും നമ്മുടെ കറി വയ്ക്കാനും എടുത്തു. അപ്പോഴത്തേക്ക് ഇക്ക പുറത്ത് പോയിട്ട് 2 മരച്ചീനിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചൂര മീനിന് പിന്നെ മരച്ചീനി ഇല്ലെങ്കിൽ എന്താ കഥ. അങ്ങനെ മരച്ചീനിയുടെ കൂടെ നമ്മുടെ കീരയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീരയാണെങ്കിൽ നമ്മുടെ വയലിലെ കീരയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറിക്കൊക്കെ കളർ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാധാ മുളകിൻ്റെ കൂടെ പിരിയമുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. പക്ഷേ ഒരു കളറും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ മീൻകറി അടുപ്പത്തോട്ടാക്കി നമ്മുടെ അത് മരച്ചീനിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ചേർത്ത് അടിയും ഇടിയും ഒക്കെ കൊടുത്ത് അതിനെ അങ്ങോട്ട് ഉടച്ച് പഞ്ചറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കീരത്തോര അങ്ങോട്ട് അടുപ്പത്തോട്ടാക്കാമെന്ന് വിചാരിച്ച് കീരത്തോരനും ചൂര മീൻകറിയും മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. മരച്ചീനിയൊന്നും ആവശ്യമില്ല, അത്ര നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ കീരയാണെങ്കിൽ ഇത്തിരി മുറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഉമ്മ കണ്ട മുണ്ടനെയൊക്കെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതിനെല്ലാം കൂടെ ഞാൻ വല്ല വിധേനെ വേവിച്ച് പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ അധ്വാനത്തിന് ശേഷം കീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൂട്ടി ഉമ്മാക്ക് ചോറ് കൊടുത്തു കേട്ടോ ആദ്യം തന്നെ. പിന്നെ ഇക്ക പള്ളിയിലൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പിന്നീട് കഴിക്കും. അങ്ങനെ പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മുടെ അമ്മിക്കുട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.